ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുടിയുടെ ഭാഗങ്ങളും താടി മീശ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഈ ഒരു ബോക്സിൽ വരച്ച് തുടങ്ങുന്നു. പെൻസിൽ നല്ലോണം ഷാർപ്പൻ ചെയ്തിട്ട് ഒരു ലൈൻസായിട്ട് വരയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന ബോക്സിൽ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് വരച്ചിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഷെയ്ഡ് ചെയ്താൽ മതി. അതായത് നിങ്ങൾക്ക് ആ ഫോട്ടോ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നമുക്ക് അവിടെ മുടി നല്ല ഇതായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു മൊത്തത്തിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ഭാഗം നമ്മൾ അതുപോലെ എങ്ങനെയാണ് കാണുന്നത് ആ ഭാഗം അതുപോലെ തന്നെ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്താൽ മതി. ഓരോ ബോക്സും നോക്കിയിട്ട് ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ ബോക്സ് ഫോണിൽ സൂം ചെയ്തിട്ട് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും നല്ലത് നോക്കിയിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് വരയ്ക്കുക. ഓരോ ബോക്സും തീർത്ത് വരച്ച് പോയാൽ മതി. പിന്നെ ആദ്യം പറഞ്ഞാൽ തന്നെ നമ്മൾ കുറച്ച് ഭാഗത്ത് ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്. മുടിയാണെങ്കിലും ആദ്യത്തെ ഈ ഒരു ഭാഗം കുറച്ച് ഭാഗം നമുക്ക് ഷെയ്ഡ് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് വരച്ചാൽ മതി. ലൈൻസ് പോലെ വരച്ചാൽ എന്നാൽ നമുക്ക് അവിടെ അത്രയ്ക്ക് ഒരു ഡാർക്ക് ഇതായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ വരയ്ക്കുന്ന ഭാഗത്ത് നോക്കി തന്നെ മനസ്സിലാവും, നമുക്ക് കൂടുതലും ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ഈ സൈഡിലേക്ക്. ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് കൂടുതലും വലത് സൈഡിലേക്കാണ് വെളിച്ചടിക്കുന്നത് മുഖത്ത്. ഇടത് സൈഡ് കൂടുതലും നീലടിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഷെയ്ഡ് ചെയ്താൽ മതി. നല്ലപോലെ ഷെയ്ഡ് ചെയ്തിട്ട് ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ അതിന് മുകളിൽ കൂടെ ഷെയ്ഡ് ചെയ്യുക. പിന്നെ ഈ ഒരു ഭാഗത്ത് വരയ്ക്കുമ്പം ഇങ്ങോട്ട് ഇതുപോലെ തന്നെ നമുക്ക് ലൈൻസ് പോലെ ആദ്യം വരയ്ക്കുക. അതിന് ശേഷം ബ്ലെൻഡ് ചെയ്തിട്ട് വീണ്ടും ഷെയ്ഡ് ചെയ്യുക. അപ്പം മുടി ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് നല്ല ക്ഷമയോടെ ഇരുന്ന് വരയ്ക്കേണ്ട ഭാഗങ്ങളാണ്. നമുക്ക് നല്ല സമയമെടുത്ത് തന്നെ ഇത് വരയ്ക്കേണ്ടി വരും. ഞാനിതിനകത്ത് വരയ്ക്കാൻ നല്ല സമയം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നില്ല. മുഴുവനായിട്ട് കാണിക്കുമ്പോൾ തന്നെ നല്ല സമയമെടുത്ത് കാണിക്കേണ്ടി വരും. അപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ ഇട്ട് ഞാൻ മാറ്റിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തരേണ്ട ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗം ഞാൻ വരച്ചു വിടുന്നത് മാത്രമേ ഉള്ളൂ. ഈ മുടിയുടെ ഭാഗങ്ങൾ വരയ്ക്കുമ്പോഴാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നരച്ച മുടിയുടെ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഐഡിയപരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഈ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് വരയ്ക്കുന്നു. ബ്രഷ് എന്ന് പറയുന്നത് ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബഡ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയപരമായിട്ട് നിങ്ങൾക്ക് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവരും ഞാൻ വരയ്ക്കുന്ന പെൻസിലിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ സാധാ HP പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഈ പെൻസിൽ 5 രൂപ വരുന്നുള്ളൂ. ഇതെല്ലാം ഷോപ്പിലും കടകളിലും കിട്ടുന്ന പെൻസിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഡ്രോയിങ് പെൻസിലായിട്ട് മേടിച്ച് ഞാൻ അങ്ങനെ ഉപയോഗിച്ച് വരയ്ക്കാറൊന്നുമില്ല. അല്ലാതെ വർക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങനെ പെൻസിലൊക്കെ വാങ്ങി ഞാൻ വെച്ചിട്ടുണ്ട്. അത് വെച്ച് വരച്ച് കൊടുക്കാറുള്ളൂ. അല്ലാതെ ഇത് കൂടുതലും വരയ്ക്കുന്ന ഞാൻ ഈ പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. യൂട്യൂബ് വീഡിയോ കൂടുതൽ ഇടുന്നത് ഈ പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് നരച്ച മുടി വരുന്ന ഭാഗത്ത് ഇതുപോലെ മഷി തീർന്ന റീഫിലുണ്ടെങ്കിൽ പേന ഉപയോഗിച്ചിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്യുക, വരച്ചിടുക. എവിടേക്കാണ് നരച്ച മുടി വരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ഇത് വെച്ച് വരയ്ക്കുക. വരച്ചിട്ട് അതിന് മുകളിൽ കൂടെ പെൻസിൽ ഉപയോഗിച്ച് വരച്ച് വിട്ടാൽ മതി. അപ്പം നമ്മൾ നേരത്തെ വരച്ച് വെച്ചേക്കുന്ന പേന കൊണ്ട് വരച്ച ആ ഭാഗങ്ങളില്ലേ, അപ്പോൾ അവിടെ അങ്ങോട്ട് ലെഡ് ഇറങ്ങാതെ ആ ഭാഗത്ത് നരച്ച മുടിയുടെ തന്നെ എടുത്ത് നിൽക്കുന്ന രീതിയിൽ വരും. ഈ ഒരു ഭാഗത്ത് നമുക്ക് മുടി നല്ല ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ഈരി വെച്ചേക്കുന്നുള്ളൊരു രീതി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് നമ്മൾ വരച്ചെടുക്കുക. അതിനുശേഷം ഈ സൈഡിലേക്ക് വരുമ്പോഴാണെങ്കിലും അവിടെയും കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഏരിയാസും നരച്ച മുടിയും ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളും മുമ്പേ കാണിച്ച പോലെ തന്നെ നമ്മൾ പേന ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. അതിനുശേഷം മുകളിൽ കൂടെ പെൻസിൽ ഉപയോഗിച്ച് ഒന്നുകൂടെ വരച്ചു വിട്ടാൽ മതി.
ഇല്ലെങ്കിൽ വേറൊരു മെത്തേഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് വരച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ബ്ലാക്ക് പോലെ വരയ്ക്കുക. അതായത് മൊത്തം ഷെയ്ഡ് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടി നമുക്ക് ഇറേസർ ഉപയോഗിച്ചിട്ട് ഒന്ന് വരഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് അയച്ചു വിടുമ്പോഴത്തേക്കും നരച്ച മുടി അവിടെ ആ ഭാഗത്ത് നിന്ന് അങ്ങനെ ഭാഗങ്ങൾ വരും. അതായത് നമുക്ക് ഈ മോണോ ഇറേസറില്ലേ, അതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഉപയോഗിച്ച് അങ്ങനെ മുടികൾ നരച്ച മുടികൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ താഴേക്ക് വരുന്നതനുസരിച്ച് ഇവിടെ കൂടുതൽ ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ തന്നെ ഡാർക്കായിട്ട് തന്നെ കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ താഴെ ഭാഗം വരയ്ക്കുന്നിടം വരെ എല്ലാം കൂടുതലും നരച്ച മുടി അങ്ങനെ ഭാഗങ്ങളൊന്നുമില്ല, കൂടുതലും ഡാർക്കാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ തന്നെ ചെയ്താൽ മതി. കൂടുതലും കട്ടിക്ക് നല്ല ബ്ലാക്ക് വരുന്ന രീതിയിൽ തന്നെ വരച്ചെടുക്കുക, ഷെയ്ഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ലൈൻസ് പോലെ വരച്ചാലും മതി, ഷെയ്ഡ് ചെയ്യണമെന്നില്ല. ഒരു ലൈൻസ് പോലെ വരച്ചിട്ട് അതിന് മുകളിൽ കൂടെ ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ വരച്ചാൽ മതി. അപ്പം ഡാർക്ക് ഷെയ്ഡ് കൂടി വരുന്നത്. ഇപ്പോൾ വരച്ച് പഠിക്കുന്നവരുണ്ടെങ്കിൽ വരച്ച് നോക്കുക. വരച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ആയിട്ട് വരത്തുള്ളൂ. ഒരു തവണ 2 തവണ വരച്ചിട്ട് ശരിയായില്ലെന്ന് കരുതി നിങ്ങൾ ഇട്ടിട്ട് പോകരുത്. നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ വരയ്ക്കുന്ന ഡ്രോയിങ് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാവും. ഇമ്പ്രൂവ് ആയി വരെ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. എന്ത് കാര്യമാണ് നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ആദ്യം വരച്ചിട്ട് ശരിയായില്ലെന്ന് കരുതി ഇട്ടിട്ട് പോകരുത്. പിന്നെയും വരച്ച് പഠിക്കുക. നിങ്ങൾ ഇപ്പം ഓരോ ഭാഗങ്ങൾ, അതായത് ഇപ്പം നിങ്ങൾക്ക് ഫുൾ സൈസ് ഫോട്ടോ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട് വരച്ച് പഠിക്കുക. ആദ്യം കണ്ണിൻ്റെ മാത്രമായിട്ട് വരയ്ക്കുക, പിന്നെ മൂക്ക്, അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് വരച്ചിട്ട് പിന്നെ മൊത്തത്തിലുള്ള വരയ്ക്കാൻ നോക്കിയാൽ മതി. കുറച്ച് ഭാഗങ്ങൾ ഞാൻ വരച്ച് നിങ്ങളെ കാണിച്ചില്ല. വീഡിയോ ലെങ്തായി പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വരയ്ക്കുന്ന ഭാഗങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഇത്ര ഭാഗം നമുക്ക് കൂടുതലും ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾ പറഞ്ഞേണ്ട കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് കാണിക്കാത്തതാണ്. പിന്നെ ഇങ്ങോട്ട് നമ്മൾ വരയ്ക്കുന്നതനുസരിച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നരച്ച മുടികളൊക്കെ വരുന്നുണ്ട്, അപ്പം താടിയൊക്കെ വരുന്നുണ്ട്. അപ്പം അതുമ്പോൾ നമ്മൾ കാണിച്ച മെത്തേഡ് തന്നെ ഉപയോഗിച്ച് പേന ഉപയോഗിച്ച് വരയ്ക്കുക. എന്നിട്ട് പെൻസിൽ ഉപയോഗിച്ച് അതിന് മുകളിൽ വരച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ആ ഒരു നരച്ച താടി എടുത്തേക്ക് നീട്ട് വന്നോളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോസിലൊക്കെ, അതായത് നരച്ച മുടി താടി അങ്ങനെയുള്ള വരയ്ക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല സമയത്ത് തന്നെ ഓരോ ഭാഗങ്ങളായിട്ട് നോക്കി കറക്റ്റായിട്ട് വരച്ചെടുക്കേണ്ട നല്ല താമസമെടുക്കുന്നൊരു ഡ്രോയിങ്ങിനെയാണ് ഇങ്ങനത്തെ ഡ്രോയിങ് നമ്മൾ ചെയ്യുമ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ലെങ്ത് കുറച്ച് കൂടിപ്പോയത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫേസ് ഷെയ്ഡിങ്ങും പറ്റുമെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടോടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആകാൻ നോക്കാം. ഇല്ലെങ്കിൽ ഫേസ് ഷെയ്ഡിങ് മാത്രം ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കണ്ണൊക്കെ വരയ്ക്കും നമ്മൾ അതിൻ്റെ അടുത്ത പാർട്ടായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അടുത്തൊരു പാർട്ടായിട്ട് തീരുമെങ്കിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ പിന്നത്തെ പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തും കുറച്ച് നരച്ച താടികളൊക്കെ വരുന്നുണ്ട്. ആ ഭാഗങ്ങൾ എടുത്തിട്ട് വരച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ലിപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് ശരിയായി വന്നോളും. അപ്പോൾ ഇത്ര ഭാഗത്ത് നമ്മൾ വരച്ചത് കംപ്ലീറ്റ് ചെയ്തിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.